പക്ഷേ ഒഡേസ സീക്വൻസ് പോലെ തന്നെ അല്ലെങ്കിൽ മറ്റേതൊരു ഒരു തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ഹൃദയങ്ങൾ ചേർത്ത് വെക്കുന്ന നേതാവിനെ കാണാൻ ജനതതി ഒന്നാകെ ഒഴുകി വരുന്ന ഒരു അന്തരീക്ഷം. അല്പം മുമ്പ് നമ്മൾ ഒരു ഗാനം പ്ലേ ചെയ്തല്ലോ. ഇതിൻ്റെ പശ്ചാത്തലമായി ഒരു വരൽ മണ്ണിലൊരു ഹരിതവരമായി നാം വിളയിച്ചു വിജ്ഞാനഭൂമി, അതിൽ നാം വിതച്ച സ്വപ്നത്തിൻ്റെ വിത്തുകൾ, അതിൽ നാം നനച്ച വിയർപ്പുപ്പിൻ പ്രതിജ്ഞകൾ, അത് തഴച്ചും കുലച്ചും കാഴ്ചും ഇന്നിതാ അതിനിന്ന് നമ്മൾ കാവൽക്കാർ എന്ന ആ കവിത തുളുമ്പുന്ന ഗാനത്തിലെ വരികൾ പോലെ തന്നെ VS മുറിച്ചു കടന്ന ആ വലിയ കാലത്തെ, ആ സമ്പൂർണമായ ആ കാലത്തെ, VS ചിന്തിയ ചോരയെ, VS സഹിച്ച വേദനകളെ ആലപ്പുഴയിലും വലിയ ജനാവലി തന്നെയായിരിക്കും VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേരുക. നമുക്കിപ്പോൾ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിനേക്കാൾ തീർച്ചയായും അവിടെ തടിച്ചു കൂടിയിരിക്കുന്ന ആളുകളുടെ ആ വൈകാരികത തീർച്ചയായും ആ മട്ടിൽ തന്നെ ആളുകളിലേക്ക് എത്തുക എന്നത് തന്നെയാണ്. ഇതുപോലെ ഇവിടെ വന്ന് VSൻ്റെ അന്ത്യയാത്രയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇത് അല്ലാതെ കാണുന്നുണ്ടാവുമല്ലോ ടെലിവിഷനിലൂടെയൊക്കെ.
ജനങ്ങൾക്കുള്ളിലൂടെ ഓരോ പോയിന്റിലും വാഹനം കടന്നു പോകേണ്ടതുണ്ട്. തീർച്ചയായും ഈ ആൾക്കൂട്ടം വലിയ അതിശയം തന്നെയാണ്. അത് വലിയ കൗതുകമുണർത്തുന്ന ഒന്ന് തന്നെയാണ്. നമ്മളത് ആവർത്തിച്ചാണ് പറയുന്നതെങ്കിലും അത് പറഞ്ഞു പോകുകയാണ്. ഇപ്പോൾ നമുക്ക് അവിടെ ആ സ്ക്രീനിൽ കണ്ടോ എന്തൊരു ജനക്കൂട്ടമാണെന്ന് കണ്ടോ. അതെ, ഇതിഹാസ സമാനമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. ഒരുപക്ഷെ കഥ പോലെ തോന്നും. വരും തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ, ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കഥ പോലെ തോന്നും. ഈ അന്ത്യയാത്രയിലടക്കം അത് പ്രതിഫലിക്കുകയാണല്ലോ. തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ പ്രായക്കാർക്കും VS ഓർമ്മയുണ്ട് എന്നതാണ് VS പ്രത്യേകത. പലപ്പോഴും ഈ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് അങ്ങനെ ഒരു വലിയ ക്രൗഡിനൊന്നും മുമ്പേ പോയ നേതാക്കന്മാരെ വലിയ ഓർമ്മയൊന്നും കാണില്ല. പക്ഷേ ഇതിപ്പോൾ അദ്ദേഹം 5 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുമ്പോൾ വന്നിരിക്കുന്ന ജനക്കൂട്ടമാണ് ഈ കാണുന്നത്. 5 വർഷം കഴിഞ്ഞിട്ട്, 5 വർഷം ഒരു തരത്തിലും പൊതുസമൂഹവുമായി ഏതെങ്കിലും തരത്തിൽ ഇടപെടുകയോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയോ രാഷ്ട്രീയത്തിൽ സക്രിയമായി ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് തന്നെ വേറൊരു തരത്തിൽ നിരന്തരം ചർച്ചയായിരുന്നു. അതിപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ്റെ കമൻറ്റിൽ പോലും VS അച്യുതാനന്ദൻ്റെ പ്രസൻസാണ് അവിടെ മിസ് ചെയ്യുന്നത് ആളുകൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും VS ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടൊക്കെ പ്രതികരിക്കുക, വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശങ്ങളോട് VS അച്യുതാനന്ദൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിച്ചതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും അഗ്രസീവായ ഭാഷയിൽ വെള്ളാപ്പള്ളി നടേശനെ ആക്രമിച്ചിട്ടുണ്ട് VS. ഒരു കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ VS അച്യുതാനന്ദൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ അത് ഏകോപിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നത്. പക്ഷേ ആ വെള്ളാപ്പള്ളി നടേശനെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാൻ ഒരു മടിയും അദ്ദേഹം കാണിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 2016 തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ്റെ ഏറ്റവും ഗംഭീരമായ മുഖം, അതായത് VS അച്യുതാനന്ദൻ VS എന്ന നേതാവിൻ്റെ താല്പര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ പദ്ധതിയോ എന്നതിനപ്പുറം പൂർണ്ണമായും പാർട്ടിയുടെ പദ്ധതിക്കും ആ പാർട്ടിയുടെ ആശയ പദ്ധതിക്കൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ ഇടപെട്ട് കാണുന്നത് ഈ 2016 തെരഞ്ഞെടുപ്പിലാണ്. കാരണം പിണറായി വിജയനാണ് തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത്. അദ്ദേഹവും പിണറായി വിജയനും VS അച്യുതാനന്ദനുമായി നിരന്തരം ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. 2007 രണ്ടുപേരെയും ഒരുമിച്ച് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കുകയാണ് ഈ ഏറ്റുമുട്ടലിൻ്റെ തുടർച്ചയിൽ. ഇപ്പോൾ പുതുതലമുറയിൽ എത്ര പേർ അത് ഓർത്തിരിപ്പുണ്ടാവും. പക്ഷേ 2007 പുറത്താക്കുന്നു, അതിനുശേഷം വീണ്ടും തിരിച്ച് പോളിറ്റ് ബ്യൂറോയിൽ എടുക്കുന്നു, 2009 വീണ്ടും VS അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഒരു തുടർച്ചയാണല്ലോ ഈ ഏറ്റുമുട്ടലിൻ്റെ. പക്ഷേ അതിനുശേഷം 2011 എത്തുമ്പോഴേക്ക് VS അച്യുതാനന്ദൻ്റെ പരാജയ കാരണം പോലും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ഇന്നിപ്പോൾ G സുധാകരൻ വീണ്ടും പറഞ്ഞു വച്ചിരിക്കുന്നു. ചുറ്റും നിന്ന യൂദാസുമാർ ചിലർ ഒഴുക്കിയ ചക്രവ്യൂഹത്തെക്കുറിച്ച് അദ്ദേഹം അജ്ഞനായിരുന്നു എന്ന് ഇപ്പോൾ വീണ്ടും പറഞ്ഞു വയ്ക്കുകയാണ് G സുധാകരൻ. അപ്പോൾ അതാണ് അങ്ങനെയൊക്കെയുള്ള ആ പോരാട്ടത്തിനൊടുവിൽ 2016 അത്യുഗ്രൻ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചു. അത് ചെറിയ കാര്യമല്ല. അതെല്ലാം ഓർക്കുന്ന ജനങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത്.